നമസ്കാരം. മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നില്ലേ, നമ്മുടെ ഒരാഴ്ചയിൽ ശനിയും ഞായറും എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട്. അത് കണ്ടിട്ട് ഒരുപാട് നല്ല കമൻസ് വന്നിരുന്നു. പക്ഷേ അതിൽ ഒരാൾ പറഞ്ഞിരുന്നു, ജോലിക്ക് പോകുന്നത് കൊണ്ട് ആകെ കിട്ടുന്ന ദിവസം ഞായറാഴ്ചയാണ്, ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, ജോലിക്ക് പോകുന്നവർക്കായിട്ട് ഒരു ക്ലീനിങ് സെഷനായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്താലോ എന്ന്. അതുകൊണ്ട് അവർക്കിത് യൂസ്ഫുൾ ആവും. വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. ആദ്യം തന്നെ ഒന്ന് പറയട്ടെ, ഓരോ വീടുകളിലെ സാഹചര്യം ഓരോ രീതിയിലായിരിക്കും. ചില വീടുകളിലെ ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് വന്നിട്ട് വീട്ടുകാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യുന്നവരുണ്ടായിരിക്കും. ചിലർക്കാണെങ്കിൽ അമ്മയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർ ഒരുവിധം പകലത്തെ പണികളൊക്കെ അവർ ചെയ്യും. പിന്നെ നമുക്ക് ബാക്കിയൊക്കെ ചെയ്യേണ്ടി വരും. ചിലർക്ക് സഹായത്തിന് വേറെ ആളുകളെ നിർപ്പിക്കുന്നവരായിരിക്കും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ചിലപ്പം ചില വീടുകളിൽ ഹസ്ബൻഡൊക്കെ വളരെ വൈകിട്ടാണ് വരുന്നത്. നമ്മൾ കുറച്ച് നേരത്തെ ഒരു വൈകുന്നേരം എത്തുവാണെങ്കിൽ നമുക്ക് അവരെ കാത്തു നിൽക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണിത്. അപ്പം നമ്മൾ വരുന്ന സമയത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളൂ. എപ്പോഴെത്തിക്കഴിഞ്ഞാലും ആദ്യം നമ്മളെല്ലാവർക്കും അറിയാലോ, നമ്മൾ പുറത്ത് പോയി വന്നാൽ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവും അല്ലേ. അപ്പം നമ്മളൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഇത്തിരി നേരം ഒന്ന് റെസ്റ്റ് എടുക്കുക. അത് ഓരോരുത്തരുടെ ജോലിയുടെ ക്ഷീണം പോലെ ഇരിക്കും. നല്ല ടയേർഡായിട്ട് വരുമ്പോൾ നമുക്ക് എന്തായാലും ഇത്തിരി റെസ്റ്റ് എടുത്താൽ മാത്രമേ ഒരു ഉഷാറ് ഉണ്ടാവും. അല്ലാതെ വീട്ടിലെത്തിയ ഉടനെ തന്നെ കുളിച്ചിട്ട് വീണ്ടും വീട്ടിലെ പണി സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യരല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ മാക്സിമം അരമണിക്കൂർ കൊണ്ട് നമ്മുടെ കുളിയും ഇത്തിരി നേരത്തെ റെസ്റ്റും, ഒന്ന് കണ്ണടച്ച് കുറച്ച് നേരം ഒന്ന് കിടക്കുമ്പോൾ തന്നെ നമുക്കൊരു ഉഷാറ് കിട്ടും. എല്ലാം കൂടി ഒരു അരമണിക്കൂർ എടുത്തതിന് ശേഷം മാത്രം ജോലികളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുളിയും അതുപോലെ നമ്മുടെ ഒരു ക്ഷീണം മാറ്റലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ കുടിക്കുക. വെള്ളമോ അല്ലെങ്കിൽ ഈത്തപ്പഴമോ എന്തെങ്കിലും ഒന്ന്, നട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് ഫോൺ നോക്കണ്ട കേട്ടോ. കാരണം ഫോൺ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് സമയം പോകുന്നതെന്ന് അറിയില്ല. അപ്പോൾ വൈകുന്നേരം ഒന്ന് ഫോൺ നോക്കാതെ വേഗം നമ്മുടെ കുളിയും ഒരു റെസ്റ്റും കഴിഞ്ഞതിന് ശേഷം ഒന്ന് നമ്മുടെ പണികളിലേക്ക് വേഗം തന്നെ ഇറങ്ങുക. അപ്പം ആദ്യം ചെയ്യുന്നത് നമ്മൾ മെഷീനിൽ അലക്കാനിടലാണ്. അപ്പോൾ അലക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ രാവിലെ വിരിച്ച് വെച്ച അയലിൽ വിരിച്ച് വെച്ച തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോൾ തലേ ദിവസത്തത് ഉണങ്ങാൻ ബാക്കിയുണ്ടെങ്കിൽ, അതായത് മഴക്കാലമൊക്കെ ആണെങ്കിൽ ഡെയിലി നമുക്ക് ഇങ്ങനെ ഉണങ്ങി മടക്കി വെക്കാനൊന്നും പറ്റില്ല. അപ്പോൾ തലേ ദിവസം വിരിച്ച് വെച്ചതൊക്കെ ഇപ്പോഴായിരിക്കും നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അയല ഒന്ന് ആദ്യം ക്ലിയർ ചെയ്യുക. അവിടെ നന്നായിട്ട് ഉണങ്ങിയ തുണികളൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം മെഷീനിൽ, ഇതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കൽ മെഷീനാണ് ഞാൻ എപ്പോഴും പറയുക, ജോലിക്ക് പോകുന്നവർക്ക് ഫുൾ ഓട്ടോമാറ്റിക്കലായിട്ടുള്ള മെഷീനാണ് ഏറ്റവും നല്ലത്. സെമി ഓട്ടോമാറ്റിക്കലാകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. വെള്ളം ഫില്ല് ചെയ്യലും പിന്നെ അതുപോലെ തന്നെ അലക്കിയിട്ട് വീണ്ടും ഒരു ഒലുമ്പാനൊക്കെ നമ്മൾ 2-3 വെള്ളത്തിലൊക്കെ ചെയ്യണ്ടേ. പക്ഷേ ഫുൾ ഓട്ടോമാറ്റിക്കലാണെങ്കിൽ നമുക്ക് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓരോരോ പണീൻ്റെ ഇടയിൽ, ജോലിയുടെ ഇടയിൽ നമുക്ക് വന്നിട്ടൊന്ന് വിരിക്കുകയല്ലേ വേണ്ടൂ. അപ്പോൾ ചിലപ്പോൾ രാവിലെ ഒരു ട്രിപ്പ് നമ്മൾ അലക്കാൻ ഇട്ടിട്ടുണ്ടാവും. അത് ചിലപ്പം നമുക്ക് അയലിൽ വിരിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉള്ളത് മെഷീനിൽ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ അയലിൽ ഉണങ്ങിയതൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം മെഷീനിൽ ഡ്രൈ ആയി കിടക്കുന്ന തുണിയൊക്കെ എടുത്തിട്ട് അയലിൽ വിരിക്കുക. പിന്നെ പുതിയ ഡ്രസ്സ് മീൻസ് വാഷ് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് അലക്കുക. അപ്പോൾ ഇതിപ്പം ഷർട്ടൊക്കെ ആണെങ്കിൽ അത് ഫുൾ ഓട്ടോമാറ്റിക്കലാണെങ്കിലും സെമി ആണെങ്കിലും കോളറയുടെ ഭാഗമൊക്കെ നമ്മൾ നന്നായിട്ട് ഒന്ന് സോപ്പ് ഇടുന്നതായിരിക്കും. അതെല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഭാഗം എന്തായാലും ക്ലിയർ ചെയ്യും. അപ്പോൾ സോപ്പൊക്കെ ഇടുമ്പോൾ ഇപ്പം നല്ല ഷർട്ടോ അല്ലെങ്കിൽ നല്ല നമ്മുടെ ചുരിദാറൊക്കെ ആണെങ്കിൽ നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള സോപ്പ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ ഒരുപാട് കാരമുള്ള സോപ്പൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഡ്രസ്സൊക്കെ ചീത്തയായി പോവും. അങ്ങനെ ഡ്രസ്സ് ഇപ്പം അലക്കാനിട്ടിട്ടുണ്ട്. അതിനുശേഷം അത് വർക്ക് ചെയ്യുന്ന ആ ഒരു സമയം നമുക്ക് ഗ്യാപ്പ് ഉണ്ട്. അപ്പം നമ്മൾ എടുത്തു വെച്ച തുണികളൊക്കെ ഉണ്ടാവില്ലേ, അപ്പം തന്നെ മടക്കി വയ്ക്കുക. പിന്നീട് മടക്കുക, അല്ലെങ്കിൽ രാത്രി എല്ലാ പണിയും കഴിഞ്ഞിട്ട് മടക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ബെഡിലോ അല്ലെങ്കിൽ ചെയറിലൊക്കെ ഇട്ട് കഴിയുകയാണെങ്കിൽ അത് അവിടെ കിടക്കലേ ഉണ്ടാവും. അപ്പോൾ അന്നുള്ള ആ തുണികൾ മടക്കി വയ്ക്കുക. പിന്നെ നമ്മൾ ജോലിയും കഴിഞ്ഞ് വന്ന ഡ്രസ്സൊക്കെ കുളിക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് വാഷ്റൂമിൽ നിന്ന് പെട്ടെന്ന് തന്നെ അതങ്ങ് കഴുകിയെടുക്കാവുന്നതേ ഉള്ളൂ. അതൊന്നും മെഷീനിലിടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പം നമ്മുടെ അതായത് നമ്മുടെ മെഷീൻ കറങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഉണങ്ങിയ തുണിയൊക്കെ മടക്കി വെക്കുന്നു. അതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ പോയിട്ട് അടിച്ചങ്ങ് വാരുക. അത് അടിച്ചു വാരുക വെച്ചാൽ നിലം നമ്മൾ ഇപ്പോൾ ചിലർക്ക് രാവിലെ അടിച്ചു വാരാനൊക്കെ സമയം കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ തൂത്തുവാരാൻ സമയമുണ്ടെങ്കിൽ രാവിലെ ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ രാവിലെ നമ്മൾ കുക്കിംഗ് മാത്രം ചെയ്തിട്ട് ഇറങ്ങുന്നവരൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്ക് എന്തായാലും വൈകുന്നേരം തന്നെ ചെയ്യേണ്ടി വരും. അങ്ങനെ അടിച്ചു വാരുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പഴയൊരു തുണിയോ എന്തെങ്കിലും കയ്യിലൊന്ന് പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് അടിച്ചു വാരുന്ന രീതിയിൽ ഇറങ്ങുക. അപ്പോൾ പൊടി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ നമ്മൾ അടിച്ചു വരുന്നതിൻ്റെ തൊട്ട് മുന്നേ കയ്യിലുള്ള തുണി കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഒന്നങ്ങ് മുട്ടിക്കളിയുക. ഒന്ന് സോഫ സെറ്റിയുടെ ഭാഗത്തും ടേബിൾ ഉണ്ടെങ്കിൽ അവിടെയും ജസ്റ്റ് ഒന്ന് മുട്ടുക. ഒരു എന്താണ് ഡീപ്പ് ക്ലീനിങ് ഒന്നൊന്നുമല്ല, വെറുതെ ഒന്നങ്ങ് മുട്ടുക. കാരണം എന്തായാലും പൊടിയും മുടിയൊക്കെ ഉണ്ടാവും. അങ്ങനെ മുട്ടി അങ്ങ് നിലത്ത് വീണോളൂല്ലോ. എന്നിട്ട് നമ്മൾ അടിച്ചു വാരുക. പിന്നെ ഈ ജനൽ തുടക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ജോലിക്ക് പോകുന്നവർക്ക് ഡെയിലി ക്ലീനിങ്ങിൽ നമ്മൾ ഒരിക്കലും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. നമുക്കത് ചിന്തിക്കാനേ പറ്റില്ല. അങ്ങനെയുള്ളവർ നമുക്കിപ്പം എന്തായാലും 2 മാസത്തിലോ ഒരിക്കൽ ഡീപ്പ് ക്ലീനിങ് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. വേണമെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഹെൽപ്പിന് ഒരാളെയും കൂടെ വിളിക്കാം. നമുക്ക് വീട്ടിലുള്ള ആരും ഹെൽപ്പ് ചെയ്യാനില്ലെങ്കിൽ ഒരാളെ വെച്ചിട്ട് ഒരു 500 രൂപ കൊടുത്താൽ നമുക്ക് കിട്ടുന്ന സാലറിയിൽ നമുക്ക് 2 മാസം കൂടുമ്പോൾ ഒരു 500 രൂപയിലേ കൊടുക്കണ്ടോ. അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കും അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ. അതായത് ഡീപ്പ് ക്ലീനിങ് ആയിട്ട് ചെയ്യേണ്ട ദിവസത്തെ കാര്യമാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ വീട് എപ്പോഴും ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. കാരണം നമ്മളെല്ലാം ഇട്ട് വെച്ചിട്ട് അങ്ങ് ഇറങ്ങി ഓടുകയാണെന്ന് തോന്നുകയില്ല. കാരണം നമ്മൾ ഡെയിലി എല്ലാ ഭാഗവും ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിപ്പം എൻ്റെ അലക്കും കഴിഞ്ഞു. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ അലക്കും കഴിഞ്ഞു, അടിച്ചുവാരലും കഴിഞ്ഞു. അതിനുശേഷം മാത്രം കുക്കിങ്ങിലേക്ക് വരിക. ഇനിയിപ്പോൾ ലേറ്റായിട്ട് വരുന്നവരൊക്കെ ഉണ്ടാവും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അതിനനുസരിച്ച് ടൈം ഒന്ന് മാറ്റുക. അതായത് കുറച്ച് വൈകിട്ട് 7 മണിക്കൊക്കെ വീട്ടിലെത്തുവാണെങ്കിൽ നമ്മൾ അലക്കാനും അടിച്ചുവാരാനും പോയി കഴിയുകയാണെങ്കിൽ നമ്മുടെ രാത്രിത്തെ ഫുഡ് അങ്ങ് മുടങ്ങിപ്പോവും. അങ്ങനെയുള്ളവർക്ക് കുളി കഴിഞ്ഞിട്ട് നേരെ ഫുഡ് ഉണ്ടാക്കേണ്ടി വരും. അതൊക്കെ നമ്മൾ വീട്ടിലെത്തുന്ന സമയത്തിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനിപ്പം അടിച്ചുവാരലും നമ്മുടെ അലക്കും കഴിഞ്ഞതിന് ശേഷമാണ് അടുക്കളയിൽ വന്നിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ വന്നിട്ട് നമ്മുടെ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഫുഡ് ചിക്കൻ കറിയും പിന്നെ പത്തലില്ലേ, ഞങ്ങൾ പത്തൽ എന്നാണ് വടകരയിൽ പറയുക, പത്തിരി എന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഒന്നുമില്ല, നമ്മുടെ പുഴുങ്ങലരിയില്ലേ, പുഴുങ്ങലരി പുട്ടിന് പൊടിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എന്തായാലും ഫ്രിഡ്ജിൽ വെക്കുമല്ലോ. അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് കുഴച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൈൻഡറിലൊക്കെ അരക്കുന്നത് പോലെ പണ്ടൊക്കെ അമ്മിയിലൊക്കെ അരച്ച് ചുടുന്ന പത്തലുണ്ടാവില്ലേ, ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഇതുപോലെ ഡ്രൈ ആക്കിയിട്ട്, അതായത് അധികം എണ്ണയൊന്നും ഇല്ലാതെ നമ്മുടെ ദോശക്കല്ലിലാണ് ജസ്റ്റ് ഒന്ന് എണ്ണ തടവിയിട്ട് അങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ കുക്കിങ്ങിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. കാരണം നമ്മുടെ ഇന്നത്തെ വിഷയം കുക്കിംഗ് അല്ലല്ലോ. പിന്നെ അതിൻ്റെ ഇടയിൽ അതായത് ഒരു 2 മണിക്കൂർ കൊണ്ട് നമ്മൾ അടുക്കളയിൽ നിന്ന് എല്ലാ പണിയും തീർക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ എന്താണോ ഫുഡ് ഉണ്ടാക്കുന്നത് അത് ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ഗ്യാപ്പ് തന്നെ നാളത്തേക്ക് ചിലപ്പം അരി അരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിലൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇഡ്ഡലി ആണെങ്കിലും ദോശയാണെങ്കിലും അപ്പമൊക്കെ ആണെങ്കിൽ വെള്ളത്തിൽ നമ്മൾ ഏതെങ്കിലും നേരത്തെ ഒന്നുകിൽ വൈകുന്നേരം വന്നിട്ടായിരിക്കും വെള്ളത്തിൽ കുതിർക്കുക, അല്ലെങ്കിൽ രാവിലെ കുതിർത്തിട്ടുണ്ടാവും. അപ്പോൾ അതെടുത്തിട്ട് അരയ്ക്കാൻ നിൽക്കുക. അപ്പം നമ്മൾ ഒരിക്കലും ഈ ഒരു സമയത്ത് വെറുതെ ഇരിക്കരുത്. അപ്പം നമ്മൾ രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തിൻ്റെ ഇടയിൽ രാവിലത്തേക്ക് അരക്കാനുള്ളത് അരച്ച് വയ്ക്കുക. രാവിലത്തേക്ക് മുറിച്ചിടാനൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് വെച്ച് നമ്മുടെ ഫുഡും കൂടെ കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ ഇപ്പം നമ്മൾ ടോട്ടൽ എടുത്ത സമയം എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിൽ 2 മണിക്കൂറും ആദ്യം വന്ന ഉടനെ തന്നെ നമ്മുടെ കുളി റെസ്റ്റും ഒരു അരമണിക്കൂറും പിന്നെ അരമണിക്കൂർ കൊണ്ടാണ് നമ്മൾ മെഷീനിൽ അലക്കാനിട്ടിട്ട് അടിച്ചു വാരിയത്. എല്ലാം കൂടെ വന്നിട്ട് 3 മണിക്കൂർ കൊണ്ടാണ് നമ്മുടെ വീട്ടിലെ എല്ലാ പണികളും തീർന്നിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് എക്സ്ട്രാ ഒരു അരമണിക്കൂറും കൂടെ എടുക്കലാണ്. അതായത് ഒരു എക്സാമ്പിൾ നമ്മൾ 9 മണിയാകുമ്പോഴത്തേക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ അരമണിക്കൂർ എക്സ്ട്രാ നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു വീണ്ടും എടുക്കുന്ന ജോലി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ആഴ്ചത്തെ ക്ലീനിങ്ങിൽ കുറച്ച് ഭാഗമാണ്. അപ്പോൾ നമ്മളിപ്പം തിങ്കളാഴ്ച ദിവസം നമ്മൾ ടോയ്ലറ്റ് വാഷ്റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുവാണെങ്കിൽ നമുക്കിപ്പം 3ഉം 2ഉം ബാത്റൂമൊക്കെ ഉള്ളവരുണ്ടാകും. ഒരു ദിവസം തന്നെ എല്ലാം കഴുകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു വാഷ്റൂം കഴുകുക. അപ്പോൾ ഒരു ടോയ്ലറ്റ് കഴുകിയതിന് ശേഷം അവിടെ നിന്ന് ഒന്നുകൂടെ മേല് കഴുകിയാൽ തീരാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പലരും ചോദിക്കും, നേരത്തെ കുളിച്ചിട്ട് വീണ്ടും കുളിക്കാനാണോന്ന്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ വരുന്ന രീതിക്ക് അനുസരിച്ചിട്ട്, അതായത് 4 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തുവാണെങ്കിൽ നമുക്ക് വേഗം തന്നെ വാഷ്റൂമും കഴുകിയിട്ട് കുളിച്ച് നമുക്ക് റെസ്റ്റ് എടുക്കാം. പക്ഷേ 7 മണിക്കോ അല്ലെങ്കിൽ 6 മണിക്കോ വരുവാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ കഴുകിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് അടിച്ചു വാരലും അലക്കൊക്കെ കഴിഞ്ഞ് ഫുഡ് ഉണ്ടാക്കാൻ നിന്നാൽ നമുക്ക് ലേറ്റ് ആവും. അതുകൊണ്ടാണ് ഓരോരുത്തരുടെ ടൈമിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക,
ഒരു വാഷ്റൂം കഴുകിയതിന് ശേഷം വീണ്ടും ഒന്ന് മേലൊക്കെ കഴുകിയിട്ട് നമുക്ക് ഇന്നത്തെ എല്ലാ ജോലികളും ക്ലിയർ ചെയ്യുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ രീതിയിൽ നമുക്ക് സുഖമായിട്ട് 9:30-10 മണിയാകുമ്പോഴത്തേക്ക് കിടന്നുറങ്ങാം. ഉറങ്ങുന്നതിൻ്റെ മുന്നേ പത്രം വായിക്കാനോ അങ്ങനെയൊക്കെ നമുക്ക് എക്സ്ട്രാ സമയവും കിട്ടുന്നുണ്ട്. കാരണം 9:30 ആകുമ്പോഴത്തേക്ക് നമ്മുടെ പണി കഴിഞ്ഞാൽ വീണ്ടും ഒരു 10 മണി വരെയൊക്കെ സമയമുണ്ട് നമ്മുടെ കുട്ടികളുടെ കാര്യം നോക്കാനും പത്രം വായിക്കാനോ എന്തിനൊക്കെയാണ് വീട്ടിലെ ആൾക്കാരോട് നമ്മൾ സംസാരിക്കാനോ ഒരുപാട് സമയങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ 10 മണിയാകുമ്പോഴേക്ക് നമുക്ക് അന്നത്തെ ദിവസം സുന്ദരമായിട്ട് തീർക്കാം. പിന്നെ നമ്മൾ അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ട് അയൺ ചെയ്യാനൊക്കെ നമ്മുടെ വീട്ടിൽ ഹസ്ബൻഡോ മക്കളോ അല്ലെങ്കിൽ അമ്മയോ ആരെങ്കിലുമൊക്കെ നമ്മളെ സഹായിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നാളത്തേക്ക് പോകാനുള്ള യൂണിഫോം ഇസ്തിരിടാനോ അതിനൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ എല്ലാം തന്നെ നമ്മൾ ചെയ്യുമ്പോൾ വീണു പോവും. അപ്പോൾ മാക്സിമം അവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുമല്ലോ. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം ഇതേപോലെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വന്ന ഉടനെ തന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ അലക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അടിച്ചു വാരുക, ഫുഡ് ഉണ്ടാക്കുക. അന്നും ഈ ടോയ്ലറ്റിൻ്റെ ബാക്കി, അതായത് 2 ടോയ്ലറ്റ് ഉള്ളവരാണെങ്കിൽ അന്ന് അടുത്ത ടോയ്ലറ്റ് കഴുകുക. ഏത് ടോയ്ലറ്റാണോ അടുത്ത ദിവസം കഴുകുന്നത് അവിടെ നിന്ന് നമ്മൾ വീണ്ടും ഒന്ന് കുളിക്കുക. അങ്ങനെ ചെയ്യുക. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിലായിരിക്കും ചിലപ്പോൾ നമുക്ക് മീനൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതൊന്നും നമുക്ക് വിചാരിച്ചതുപോലെ തിങ്കളാഴ്ച മാത്രം മീൻ വാങ്ങുക അങ്ങനെയൊന്നും നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് നടന്നെന്ന് വരില്ല. ചിലപ്പോൾ നമ്മൾ മാർക്കറ്റിലൊക്കെ പോയി കഴിയുമ്പോൾ നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ അന്ന് വാങ്ങും. അത് ചിലപ്പോൾ ബുധനാഴ്ചയാണെങ്കിൽ അന്ന് വാങ്ങും. അപ്പോൾ അങ്ങനെ മീൻ വാങ്ങുന്ന ദിവസം തന്നെ നമ്മൾ പച്ചക്കറികളും വാങ്ങുക. അതായത് എല്ലാ ദിവസവും വാങ്ങണം എന്നല്ല പറയുന്നത്. ചിലപ്പം പച്ചക്കറി തീർന്നിട്ടില്ലെങ്കിൽ നമ്മൾ വാങ്ങുന്നുണ്ടാവില്ല. എപ്പോഴാണോ മീൻ കിട്ടുന്നത് ആ സമയത്ത് വെജിറ്റബിൾ തീർന്നതൊക്കെ നമുക്ക് വാങ്ങുക. അപ്പോൾ അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അന്നത്തെ ദിവസം ഇതുപോലെയുള്ള എക്സ്ട്രാ ക്ലീനിങ് ഇല്ലേ, അതൊന്നും ചെയ്യേണ്ട. അന്നത്തെ ദിവസം നമ്മളിപ്പോൾ 9 മണിയാകുമ്പോഴത്തേക്ക് ഫുഡ് കഴിയുന്ന രീതിയല്ലേ ഉണ്ടാവുക. അപ്പം അതിൻ്റെ ഇടയിലോ ഏതെങ്കിലും സമയത്ത് അരമണിക്കൂർ എക്സ്ട്രാ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫിഷൊക്കെ കട്ട് ചെയ്യുക. പിന്നെ നമ്മൾ വാങ്ങിയ പച്ചക്കറികളൊക്കെ വെള്ളത്തിലിട്ടിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം എല്ലാം ഫ്രിഡ്ജിലേക്ക് സെറ്റാക്കി വെക്കുക. അങ്ങനെയുള്ള പണികളാണ് അന്നത്തെ ആ ഒരു അരമണിക്കൂർ എടുക്കേണ്ടത്. ആ അരമണിക്കൂർ നേരത്തെ പറഞ്ഞതുപോലെ ഫുഡ് കഴിഞ്ഞിട്ട് മാത്രം എടുക്കേണ്ടതല്ല. ചിലപ്പോൾ നമുക്ക് ഫുഡിൻ്റെ മുന്നേ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മീനൊക്കെ അങ്ങനെ മുറിക്കുക. അതായത് കുളിയുടെ മുന്നേ മീൻ മുറിക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ എക്സ്ട്രാ എടുക്കുന്ന സമയത്തിൻ്റെ കാര്യം ഞാൻ വീണ്ടും പറയുന്നു, അത് നിങ്ങളുടെ ഓരോ വീട്ടിലെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട്. അപ്പോൾ മീൻ മുറിക്കുന്ന അല്ലെങ്കിൽ മുറിച്ച് വെക്കുന്ന ദിവസം നമ്മൾ ഇതുപോലുള്ള ക്ലീനിങ്ങിലൊന്നും നമ്മൾ ഉൾപ്പെടേണ്ട ആവശ്യമില്ല. അപ്പം മീൻ കിട്ടുമ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ഒരു ദിവസത്തേക്ക് മാത്രമല്ല 2-3 ദിവസത്തേക്കൊക്കെ നമ്മൾ ഒരുമിച്ച് വാങ്ങും അല്ലേ. അപ്പോൾ മാക്സിമം കട്ട് ചെയ്ത മീനൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കുറേ യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ കുഞ്ഞു മീനൊക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ആഴ്ചയിലെ 7 ദിവസത്തിൽ നമ്മൾ 3 ദിവസം കഴിഞ്ഞ്, അതായത് 2 ദിവസം നമ്മുടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനും 1 ദിവസം നമ്മൾ ഫിഷോ ചിക്കനൊക്കെ കട്ട് ചെയ്യാനും കൂടി എടുത്തു. ഇനി അടുത്ത ദിവസം, അതായത് ഇപ്പം ബുധൻ കഴിഞ്ഞു, വ്യാഴാഴ്ച ദിവസം നമുക്ക് നമ്മുടെ മാറാലയൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഒരു അരമണിക്കൂർ എടുക്കാം. അരമണിക്കൂർ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ വൈകുന്നേരം നമ്മൾ അടിച്ചൊക്കെ വാരിയിട്ട് രാത്രി 9 മണിക്ക് മാറാല തട്ടിയ വീണ്ടും പൊടിയില്ലേ. അപ്പോൾ നമ്മുടെ ആ ഒരു ലോജിക്ക് പോലെ നമ്മൾ ചെയ്യുക. അതായത് നമ്മൾ അടിച്ചു വാരുന്നതിൻ്റെ മുന്നേ അന്ന് വ്യാഴാഴ്ചയാണ് മാറാല തട്ടേണ്ട ദിവസമാണെന്ന് നമ്മൾ ഓർത്തിട്ട് അന്ന് മാറാല തട്ടിയതിന് ശേഷം അടിച്ചു വാരുക. അപ്പം മാറാല തട്ടേണ്ട ദിവസം വൈകുന്നേരം അതെല്ലാം തട്ടി അടിച്ചു വരാൻ നമുക്ക് സമയമില്ലെങ്കിൽ ആ ഒരു പണി അവിടെ മാറ്റി വയ്ക്കുക. അതായത് അലക്കും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് മാറാലൊക്കെ തട്ടിയിട്ട് അടിച്ചു വാരാലോ, അങ്ങനെ ചെയ്യുക. അപ്പം ഇതെല്ലാം ഓർത്ത് വെക്കാനുള്ള വേറൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം കേട്ടോ. അതിന് ശേഷം നമ്മൾ വെള്ളിയാഴ്ചത്തെ കാര്യമാണല്ലോ. അപ്പോൾ വെള്ളിയാഴ്ച ഇതുപോലെ തന്നെ പതിവ് പോലെ നമ്മൾ അടിച്ചു വാരുന്ന ദിവസം അന്ന് തുടക്കേണ്ട ദിവസമാണ്. നിലമൊക്കെ തുടക്കേണ്ട ദിവസമാണെന്ന് നമ്മളൊന്ന് ഓർത്ത് വയ്ക്കുക. എന്നിട്ട് തുടയ്ക്കുമ്പോൾ നമ്മൾ മുകളിലും താഴെയും ഒരുമിച്ച് ഒരു ദിവസം തുടയ്ക്കുന്നതിന് പകരം ആദ്യത്തെ ദിവസം മേലം തുടയ്ക്കുക, രണ്ടാമത്തെ ദിവസം താഴെ തുടയ്ക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ വെള്ളിയും ശനിയും 2 ദിവസം കൊണ്ടാണ് നമ്മൾ വീട് മുഴുവനായിട്ട് തുടച്ചെടുക്കുന്നത്. അപ്പം ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞില്ലേ. ഇനി ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചിലപ്പോൾ നല്ല ക്ഷീണമൊക്കെ ഉണ്ടാവും. എനിക്ക് ഇന്ന് ഒന്നും എടുക്കാൻ വയ്യ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ആ ഒരു എക്സ്ട്രാ ടൈമിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനിയിപ്പോൾ നാളെ ചെയ്യാം അങ്ങനെ വിചാരിക്കുമ്പോൾ ഒരൊറ്റ കാര്യം വിചാരിച്ചാൽ മതി, ഞായറാഴ്ച എനിക്ക് ഫ്രീ ആവണം, ഞായറാഴ്ച എനിക്ക് ഫ്രീ ആയിട്ട് കിടക്കണം അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇരിക്കണം. അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു അരമണിക്കൂറല്ലേ എക്സ്ട്രാ എടുക്കണ്ടോ. അങ്ങനെയാണെങ്കിൽ സൺഡേ എനിക്ക് ഫുഡ് ഉണ്ടാക്കൽ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പിന്നെ ഇതിൽ നമ്മുടെ ബെഡ്ഷീറ്റ് ക്ലീൻ ചെയ്യുന്നത് വന്നിട്ടില്ല, അത് വിട്ടുപോയതല്ല. കാരണം ഈ ഓരോ ദിവസവും കുറച്ച് ചെയ്യുമ്പോൾ നമുക്കിനി ദിവസമില്ല.
അപ്പോൾ എന്ത് ചെയ്യുക, ഞായറാഴ്ച ദിവസം ബെഡ്ഷീറ്റ് എടുത്തിട്ട് മെഷീനിലിടല്ലേ വേണ്ടു. ഇന്നത്തെ കാലത്ത് ഇപ്പം നമ്മൾ കല്ലിലേക്ക് പോയിട്ട് അടിച്ചൊന്നും ആരും അലക്കില്ല. അപ്പോൾ മെഷീനിൽ ഇട്ടിട്ട് അലക്കുക എന്ന് പറഞ്ഞാൽ, ബെഡ്ഷീറ്റ് അലക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമല്ല. അപ്പോൾ സൺഡേ അതൊന്നങ്ങ് മാറ്റി വയ്ക്കുക, സൺഡേ ഫുഡ് ഉണ്ടാക്കൽ മാത്രം. അപ്പം ഇപ്പം ഈ ഒരു രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഞായറാഴ്ച ഓടി പിടിച്ചിട്ട് അടിച്ചുവാരലും വണ്ണാമല തട്ടലും തുടയ്ക്കലും ബാത്റൂം കഴുകലും എല്ലാം ചെയ്തിട്ട് ആകെ തളർന്ന് തിങ്കളാഴ്ച വീണ്ടും ജോലിക്ക് പോവുക, അങ്ങനെയുള്ളൊരു സിസ്റ്റം നമുക്ക് മാറ്റിയിട്ട് നല്ല ഹാപ്പി ആയിട്ട് നമ്മുടെ ഓരോ ദിവസവും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഞായറാഴ്ച നമുക്ക് ഫാമിലിയായിട്ട് ഔട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് കാണാൻ വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ മാറ്റി വയ്ക്കുന്ന ദിവസമായിരിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു നേരത്തെ ഫുഡ് നമ്മൾ എന്തായാലും പുറത്തുനിന്നായിരിക്കും കഴിക്കുക. അപ്പം ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു സമയം കൂടെ നമുക്കവിടെ റിലാക്സ് ചെയ്യാം. അങ്ങനെ നമുക്ക് എല്ലാ ദിവസവും ഇതുപോലെ ചെറിയ ചെറിയ സമയങ്ങൾ മാത്രമല്ലേ മാറ്റി വയ്ക്കുന്നുള്ളൂ. ഡീപ്പായിട്ടുള്ള ഒരു ക്ലീനിങ് നമ്മുടെ വീട്ടിൽ നടക്കുകയും ചെയ്യും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ മുറ്റടിക്കേണ്ട ഒരു ജോലി ചിലപ്പം നമ്മുടെ വീടുകളിൽ ഡെയിലി ചെയ്യേണ്ടവരുണ്ടാവും. അതായത് നന്നായിട്ട് ഇലയൊക്കെ കൊഴിയുന്നവരാണെങ്കിൽ ഡെയിലി മുറ്റടിക്കേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് മാക്സിമം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ അടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം ഡെയിലി മുറ്റവും കൂടെ അടിക്കാൻ നിന്നാൽ എങ്ങനെയായിരിക്കും അത് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാനാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ മുറ്റടിക്കാൻ നിൽക്കൂ. അപ്പം അത് നമ്മൾ ഏത് ദിവസമാണോ നമുക്ക് ഫ്രീ ആവുന്നത്, അതായത് ഇപ്പോൾ ചിലപ്പം ഫിഷൊക്കെ കട്ട് ചെയ്യേണ്ട ദിവസം നമുക്ക് വേഗം പണി തീർന്നിട്ടുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മീൻ കിട്ടുന്ന ഒരു ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അന്ന് വൈകുന്നേരം മുറ്റടിച്ചിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുക. അപ്പം ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ആ ഒരു മുറ്റടി കഴിയും. അതല്ലെങ്കിൽ ചിലപ്പം നമ്മൾ ആരെങ്കിലും ഒരാളെ സഹായത്തിന് പുറത്ത് മുറ്റം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ചേച്ചീനൊക്കെ ഏൽപ്പിക്കുവാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് ഒരു പൈസ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഡെയിലി വന്നിട്ട് അവരങ്ങ് അടിച്ചു വാരിക്കോളുമല്ലോ മുറ്റടിയൊക്കെ, അങ്ങനെ അങ്ങ് കഴിയും. അതും നമുക്ക് നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇത് ഞാനിപ്പം ആ ഒരു ടിപ്പാണ് കാണിച്ചു തരുന്നത്. അതായത് നമ്മൾ ഓരോ ദിവസവും എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങ് എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ കാണുന്ന സ്ഥലത്ത് നിന്ന് വെക്കുവാണെങ്കിൽ ഇന്ന് മൺഡേ, ഇന്ന് ടോയ്ലറ്റ് കഴുകേണ്ട ദിവസമല്ലേ, ഇന്ന് ചൊവ്വാഴ്ച, ഇന്നും അടുത്ത ടോയ്ലറ്റ് കഴുകാം. പിന്നെ വെനസ്ഡേ ആകുമ്പോൾ നമുക്ക് വെജിറ്റബിൾ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ മീൻ കിട്ടുന്ന ദിവസം തന്നെ വെജിറ്റബിളും കൂടെ കട്ട് ചെയ്യാം. അങ്ങനെ ഓരോന്നും നമ്മൾ കാണുമ്പോൾ അന്നതങ്ങ് ചെയ്തു പോകും. അപ്പോൾ ആഴ്ചയാകുമ്പോഴത്തേക്ക് എല്ലാം അങ്ങ് ക്ലീൻ ആയിക്കോളുമല്ലോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും റെഡിയല്ലേ? ഒരാഴ്ച ഒന്ന് ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആണെങ്കിൽ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോവല്ലേ. താങ്ക്